ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രേയ. ഞാൻ ഒരുപാട് നാളുകളായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ. ഈ ചിന്ത നടക്കുന്നുണ്ടെങ്കിലും എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ വീഡിയോ എടുപ്പും വീഡിയോ എഡിറ്റിങ്ങൊന്നും എനിക്ക് അത്ര പരിചയമുള്ള കാര്യമായിരുന്നില്ല കേട്ടോ. എന്നാലും കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ? കിട്ടുമായിരിക്കുമല്ലേ. എന്തായാലും ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കുറച്ച് കാലം മുന്നേ വൈറലായിട്ടുള്ള മസാല ഓംലെറ്റിൻ്റെ റെസിപ്പിയാണേ. അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചു, ചെറുതായിട്ട് അരിഞ്ഞ സവാള, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാനിൽ ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ടറിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടറിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാണുമ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ. ഞാൻ ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട കേട്ടോ. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സവാള ആഡ് ചെയ്തിട്ട് അതും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഈ വീഡിയോ എടുപ്പും കുക്കിങ്ങും കൂടി ഒരുമിച്ച് കൊണ്ടു നടക്കാൻ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇതൊരാൾ എടുത്തു തരാനുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്തായാലും തുടക്കക്കാരിയല്ലേ, ശരിയാക്കി എടുക്കാമെന്നേ. പിന്നെന്താ, ഞാൻ ഈ ഉള്ളിലേക്ക് ഉപ്പിടാൻ മറന്നുപോയി. പിന്നെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് ഉപ്പെടുക്കാനും വയ്യ. പിന്നെ ഞാൻ വഴിയെ പോയി അമ്മയെ വിളിച്ച് ഉപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റി വയ്ക്കാം. പിന്നെ ഇനി ഉള്ളിലേക്ക് ഇടുന്ന മസാല എന്ന് പറയുന്നത് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണേ. അത് നമ്മളിതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഉള്ളി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പച്ചമണം മാറിപ്പോകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുപ്പും മിക്സിങ്ങും കൂടി ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ കുക്കിങ്ങിലേക്ക് ഞാൻ ഭയങ്കര ശ്രദ്ധ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളി ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒന്നും കാര്യമൊക്കെ ഉണ്ട, ഒക്കെ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ, അപ്പോൾ ശരിയാക്കിക്കൊള്ളാന്നേ. അങ്ങനെ നമ്മൾ ഉള്ളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനെ വഴി കുറേ നേരം കളിക്കുന്നുണ്ട്. തീയൊക്കെ കുറച്ച് വയ്ക്കുന്നുണ്ട്. കാരണം എന്താ, ഉള്ളി കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ കോഴിമുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നല്ലടേ അറിയാം, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതിന് ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട മറിച്ചിടുന്നതാണ്. ഞാനിതിൽ ഒട്ടും എക്സ്പേർട്ടല്ല. ഞാൻ എപ്പം മറിച്ചിട്ടാലും കോഴിമുട്ട 2 ആയിട്ട് മുറിയാറുണ്ട്. അതുകൊണ്ട് എന്താ, ഈ ധർമ്മം ഞാൻ പോരാളിയാണ് കേട്ടോ ഏൽപ്പിച്ചത്. അതുകൊണ്ട് എന്താ, മുട്ട മധുരമായിട്ട് തന്നെ മറിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അവസാനം ഇതിൻ്റെ കോലം കിട്ടിയിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ. കാണാനൊരു മെനയൊക്കെ ഉണ്ടല്ലേ. അതായത് ഇനി എന്താ അടുത്ത ധർമ്മം, നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് ഞങ്ങൾ തട്ടി കൊടുക്കാം. കാണുമ്പോൾ തോന്നും ഇത് മുഴുവൻ ഞാൻ തിന്നുന്നു. ഇല്ല കേട്ടോ, ഇത് 3 കഷ്ണമാക്കി, ഒന്നേടെ വയറിലേക്കും ഒന്നമ്മയുടെ വയറിലേക്കും ഒന്നനിൻ്റെ വയറിലേക്കും കേട്ടോ പോയത്. എനിക്കിത് കഴിച്ചപ്പോൾ ഭയങ്കര വികാരമൊന്നും തോന്നിയില്ല. എനിക്ക് സത്യം പറയുന്നത് ഒരു ടേസ്റ്റ് ഒന്നും അത് മനസ്സിലായില്ല. പക്ഷെ അമ്മയും അനിയനും പറയുന്നത് മസാല വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ്